ഗൈസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോ ഷിംബുല സ്കീ റിസോർട്ടിലാണ്. ഇപ്പൊ മോർണിംഗ് ഒരു 10:30 ആയിട്ടുണ്ട്. ഇവിടെ എത്രയാടാ റെന്റ്? എത്രയാവുന്നത് നമുക്ക്? നമുക്കൊരു 13,000 rupees ആണ്. 4 പേർക്ക് 13,000 rupees വരുന്നത്. സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റേ അടിപൊളിയായിരുന്നു. ആക്ച്വലി നമ്മളൊരു ഷിഫ്റ്റ് സ്റ്റേ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ സുപ്പീരിയർ ആയിട്ടുണ്ട്. അടിപൊളി ആംബിയൻസും ആണ്. ഫുഡ് കുഴപ്പമില്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ് രാത്രിയിലത്തെ ഫുഡ്, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് പാക്കേജില്. പിന്നെ റൂം ഇവരുടെ സർവീസ് ആണെങ്കിലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫഹീമാണ് ഈ സംഭവം നമുക്ക് സജസ്റ്റ് ഇത്രയും മണി സ്പെൻഡ് ചെയ്യണ എന്തിനാ ഒരു സ്ഥലത്തിന് വേണ്ടി എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഓർത്താണ് അല്ലേ? അടിപൊളി സ്ഥലമാണ്. കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ സ്നോ മെൽട്ടായി മഴ പെയ്തുകൊണ്ടിരിക്കുക. രാവിലെ നല്ല സ്നോ ഫാൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം, ഇന്നലെ ഇവിടെ ഒന്നും സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മോർണിംഗ് ആയപ്പോ സ്നോ വന്നു. ഞങ്ങൾ എണീറ്റപ്പോ കാണുന്നത് ഫുള്ള് വെള്ള കളറാണ്. അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ. അവിടുന്ന് ഹ്യൂ ഉണ്ട്. ആ ഡ്യൂ പോയിന്റ് സീനാണ്. മിസ്റ്റ് കയറി വന്ന വൈബ് അടിപൊളി വൈബാണ്. നിങ്ങള് വരാൻ പറ്റുകയാണെങ്കിൽ വരണം. ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി നോട്ട് ദാറ്റ് ചീപ്പ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് അങ്ങനത്തെ ഒരു വൈബൊന്നും പിടിക്കാൻ പറ്റാത്ത ബഡ്ജറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതല്ല. പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ടോയ്ലറ്റിലൊന്നും നിങ്ങൾ വെള്ളം പ്രതീക്ഷിക്കരുത്. എല്ലായിടത്തും പേപ്പറാണ്. അതൊരു പ്രശ്നമാണ്. ഫഹീം ഇതിനു വേണ്ടി തന്നെ ഒരു കുപ്പി ഡെഡിക്കേറ്റഡ് ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പിക്കുപ്പി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെന്താ, പിന്നെ നിങ്ങൾ ഹണിമൂണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മണി സ്പെൻഡ് ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നതാണ് ലിറ്ററലി ബെസ്റ്റ്. ഞങ്ങളെല്ലാരും ഫ്യൂച്ചറില് കല്യാണം കഴിച്ചിട്ട് ഇവിടെ വരണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അടിപൊളിയാണ്. ലൈക്ക് വേറെ കൺട്രിയാണ്. ലൈക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ഒന്നും വേണ്ട. നല്ല സേഫ് കൺട്രിയാണ്. ഇപ്പൊ എല്ലാരും കസഖിസ്ഥാൻ എന്ന് പറയുമ്പോ എല്ലാരും പറയുന്നത് പാകിസ്ഥാനാണ്, ബോംബ് പൊട്ടും, തീവ്രവാദികൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ആണ്. അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. ലാസ്റ്റ് ഡേ ബസ്സിൽ വെച്ച് അർജുൻ എന്റെ ഫോൺ മിസ്സായിപ്പോയി. അർജുന്റെ മിസ്സായി. എന്നിട്ട് ഇവനല്ല മറ്റേ. എന്നിട്ട് ഞങ്ങളൊരു ഷോപ്പിലെത്തിയപ്പോഴാണ് ഇത് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എന്റെ ഇല്ല. അപ്പൊ വേഗം പാനിക്കായി. ഞങ്ങള് എന്തോ ഭാഗ്യത്തിന് മറ്റേ സിം റീചാർജ് ചെയ്തുകൊണ്ട് നെറ്റ് ഉള്ളതുകൊണ്ട് എന്റെ ഫോണിൽ നെറ്റ് ഓൺ ആയിരുന്നു. അപ്പൊ അങ്ങനെ വാട്സപ്പ് കോൾ ചെയ്തു. നമ്മുടെ ഭാഗ്യത്തിന് ആ ഫോൺ എടുത്ത ആ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു. ഇവിടെയുള്ള നോർമൽ ആൾക്കാരൊന്നും ഇംഗ്ലീഷ് സംസാരിക്കില്ല. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ ഭയങ്കര പാനിക്കായി.
ആ ടൈമില് വാട്സപ്പിൽ വിളിച്ചപ്പോ അവരെടുത്ത് അവര് നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. 1/2 കിലോമീറ്ററോളം അവര് തിരിച്ച് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പഴയ ബസ് സ്റ്റോപ്പിലോട്ട് ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പിലോട്ട് നടന്നു വന്ന് ഞങ്ങളുടെ കയ്യിൽ ഫോൺ തന്നു. വി ഇൻസിസ്റ്റഡ് നമ്മൾ പൈസ കൊടുക്കാമില്ലെങ്കിൽ അടുത്ത ആ പഴയ സ്റ്റേഷനിലോട്ട് ക്യാബ് കൊണ്ടാക്കി തരാന്ന് പറഞ്ഞത്. പുള്ളിക്കാരി യൂസ് ചെയ്തത് വേണ്ട, ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് ഒരു പക്ക പ്രൊഫഷണൽ വുമൺ. നമ്മള് ശരിക്കും അഡോർ ചെയ്യും പുള്ളിക്കാരിനെ. അത്രയും അങ്ങനത്തെ സ്വീറ്റ് പേഴ്സണാലിറ്റീസ് ഇവിടെ ഉണ്ട്. കുറച്ച് നമ്മളിങ്ങനെ മറ്റേ റേസിസം ഉള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, വെൽക്കമിങ് ആണ്. നമുക്ക് പേഴ്സണലി അങ്ങനെ റേസിസം ഫേസ് ചെയ്തിട്ടില്ല. ഒരമ്മ അർജുനോട് മാറി നിൽക്കടാന്നൊക്കെ പറഞ്ഞ സെറ്റപ്പ് ഷോർട്ട് ടെമ്പേർഡാ വയസ്സായ അവർക്ക് വലിയ താല്പര്യമില്ല നമ്മളെ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ നടന്നു വരുമ്പോ ചിലവരൊക്കെ വന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അർജുന അതുപോലെ സെൽഫി ഒക്കെ എടുത്തായിരുന്നു. അങ്ങനെ അപ്പൊ അടിപൊളിയാണ് ഗൈസ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. ബൈ ഗൈസ്. അപ്പോൾ ഷിംബുലാക്കിൽ വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മെഡൂലിറങ്ങാം. മെഡു ചെന്നിട്ട് 4000 ടെങ്കം കൊടുത്തിട്ട് നിങ്ങൾ കേബിൾ കാർ വഴിയാണ് ഷിംബുലാക്കിലേക്ക് വരുന്നത്. ഷിംബുലാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഫാമിലി റൂം എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഫാമിലി റൂം എടുത്തപ്പോൾ ഏകദേശം 2 ബെഡ്റൂം റൂം എടുത്തത്. അപ്പം നമ്മൾക്ക് എത്രയാണ് എത്ര ടെങ്കിന് 74,000 റൂമിനാണ്. നാട്ടിലെ 12,000. ഓക്കെ, നാട്ടിലെ 10,000. നല്ല ആംബിയൻസ് ആണ് ഗൈസ്, നിങ്ങൾ എന്തായാലും ഇവിടെ വരാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാൻ പോകും. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ആദ്യം നമുക്ക് കാറ് റെന്റിൽ എടുക്കണം. അത് ആൾമാട്ടി പോകും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇപ്പൊ അൽമാട്ടിന്നാണ് നമ്മള് മെഡു വന്ന് അവിടെ നിന്ന് ഷിംബുലാക്കിലേക്ക് വന്നത്. ഇനി നമ്മള് കാറ് റെന്റ് എടുക്കാൻ വേണ്ടിയാണ് എവിടേക്ക് പോണേ? അൽമാട്ടിയിലേക്ക് പോണേ. ഓക്കെ, അപ്പൊ റെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇത് ഷിംബുലാക്ക് റെസ്റ്റോറൻ്റ് ആണ്, സോറി റിസോർട്ടാണ്. Oh, that's not part of this resort. Oh, okay. Yeah, thank you. Thank you. ഗൈസ്, ഇവിടെ ഇപ്പോ മഞ്ഞൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞുരുക്കി. എടാ, ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ മഞ്ഞ് പെയ്യും, രാത്രി ആവുമ്പോ മഞ്ഞുരുക്കുക. അല്ല സോറി, രാത്രി മഞ്ഞ് പെയ്യും, രാവിലെ ആവുമ്പോ മഞ്ഞുരുക്കുക അല്ലേ? ശരിക്കും ഈ ഒക്ടോബറിലെ മഞ്ഞ് ഉണ്ടാവാറില്ല. മഞ്ഞ ഏടാ ഷിറ്റ്. ഗൈസ്, അപ്പോൾ ഇവിടെ രാവിലെ ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. രാവിലെ ഇവിടെ രാത്രി മഞ്ഞ് പെയ്യും, രാവിലെ ഇവിടെ ഉള്ളവരൊക്കെ ഇത് കോരിക്കളയും, അല്ലെങ്കിൽ ഇത് മെൽറ്റായി പോവും. അങ്ങനെയൊക്കെയാണ്. നല്ല നമുക്ക് ഇഷ്ടപ്പെടും ഇവിടുത്തെ ക്ലൈമറ്റ്. സൂപ്പറാണ്. നമ്മുടെ മണാലിയിലെ പോലെ ഫുൾ ടൈം മഞ്ഞ് അങ്ങനെയൊന്നുമല്ല. ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. കാണുന്നില്ല? ഓക്കെ, ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ പൊക്കത്തോട്ട് ഇനിയുണ്ട്, പക്ഷേ ഫോഗ് വന്ന് നിറച്ചേക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമുക്കിനി കേബിൾ കാർ വഴി തിരിച്ച്
അങ്ങോട്ട് പോകണം. നമുക്ക് തിരിച്ച് അൽമാട്ടിക്ക് പോകണം കാറ് റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇവരൊക്കെ ഞാൻ എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? പട്ടി മേടിച്ചോ എടാ മര്യാദ. അയ്യോ, ഇവിടുത്തെ പോലീസുകാരൊക്കെ വന്നിട്ട് ഗൈസ്. ചെളി ഉണ്ടാവും കേട്ടോ. എടാ ആൾക്കാർ വന്ന് ഇവിടെ കോരിച്ചിട്ട് വിടുള്ളൂ കേട്ടോ. എറിഞ്ഞടിച്ച് ഇവന്മാരൊക്കെ ഇവിടെ പോയാലും ഇങ്ങനെയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ വന്നത് അവിടുത്തെ കേബിൾ കാർ വഴിയാണ്. ഇനി ഇവിടെ നിന്നും പൊക്കത്തേക്ക് കേബിൾ കാർ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ പോകാനായിട്ട് ടൈമില്ല. നമുക്ക് ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകേണ്ട കാരണം നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. സോ ഞങ്ങൾ അങ്ങനെ ഇതാ ഷിംബലാക്കുന്ന ഇപ്പൊ തിരിച്ചു പോയത്. ഇപ്പം കാർ എടുക്കണം, എന്നിട്ട് ഷാരിൻ പോകണം. ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അടിപൊളിയാ റിവ്യൂ. ഐ മീൻ ഈ ചെറിയ ഫോണോ ലാപ്ടോപ്പോ ടി വി കൂടെ കണ്ട അതിന്റെ സിഗ്നിഫിക്കൻസും എന്താണെന്ന് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. യു ആക്ച്വലി ഹാവ് ടു ബി പ്രസന്റ് ഓവർ ഹിയർ ടു എക്സ്പീരിയൻസ് ഓൾ ദിസ്. അതെ അതെ. അവിടെ നമുക്കൊരു ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട്. അവർ നമുക്ക് ഡ്രോണിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തു തരും. അതിന് ഏകദേശം സിംഗിൾ ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും 10,000 10K അല്ലേ ചോദിച്ചേ. പക്ഷെ അടിപൊളിയാണ് ഗൈസ്. അവര് നല്ലോണം എഡിറ്റ് ചെയ്തിട്ട് തരും. ഐഫോൺ ടു ഐഫോൺ ആണ് അവര് ഷെയർ ചെയ്ത് തന്നെ. അർജുൻ പറയുന്നത് അർജുൻ അതിനേലും നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. സോ അർജുൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏത് സാരം ഇത്? ഓക്കെ, ഞാൻ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. എന്റെ ഫോൺ പോയി നമ്മളിറങ്ങി തിരിച്ചു വരും, ഇവിടെ കേറും, ഇതെടുക്കും, പോവും. ആ ഫോണിന്റെ പുനർജന്മ മൂന്നാമത്തെ അടുത്ത ഫോൺ ഇവിടെ ഫഹീബിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഫഹീബിന് മറ്റേ പേപ്പർ ഒന്നും പറ്റില്ല ഗൈസ്, വെള്ളം തന്നെ വേണം. ഫഹീബ് എന്നിട്ട് അതിന് വേണ്ടി ബോട്ടിൽ മേടിച്ചു. അതിന് എത്രയാടാ? 200. അതിന് 1500 ടാങ്ക്. 300 രൂപയ്ക്ക് ബോട്ടിൽ മേടിച്ച് ബോട്ടിൽ കൊണ്ട് ആ ടോയ്ലറ്റ് മൊത്തം വെള്ളം ഒഴിച്ച് നശിപ്പിച്ച്. വൃത്തിയായി കിടന്ന ബാത്റൂമാ, അതിനകത്ത് നീ വെള്ളം ഒഴിച്ച് അലമ്പാക്കി. എന്നിട്ട് രാത്രി ഇവൻ കയറി കഴിഞ്ഞ് കയറുന്ന സായിപ്പുമാര് ഫുൾ ഒച്ചപ്പാടം അവിടെ റഷ്യയിലെ തെറിയൊക്കെ പറയട്ടെ. രാത്രി മൊത്തം നശിപ്പിച്ചു. വീഡിയോ ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് സ്ഥലത്തറായി. ഗൈസ് ഇത് പെട്ടെന്ന് തുറക്കും, നമ്മള് പെട്ടെന്ന് ഇറങ്ങി കൊടുക്കണം. ആട്ടങ്കേരി ഞാൻ ഫസ്റ്റ് ഇറങ്ങും. ഇറങ്ങി. കോമ്പറ്റീഷൻ ആയിട്ടൊന്നും അല്ലല്ലോ. തുറക്കട്ടെ. ഞാൻ തുറക്കണോ? ഈ സ്ഥലത്തിന് പോവാണ്. നല്ല തിരക്കുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ അൽമാട്ടിയിലേക്ക് ക്യാബ് വിളിച്ചാണ് പോകുന്നത്.
നൈസ് കാറാണ്. റൂഫൊക്കെ പക്ഷേ റൂഫ് ഓപ്പൺ ചെയ്ത് തരുമെന്ന് അറിയില്ല. എടാ ചോദിച്ചു നോക്കണം. പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. റൂഫ് ഓപ്പൺ ചെയ്ത് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല. Открыть? Hi, BYD. Is it allowed? Здесь. Открыть люк. Теперь машина едет നീ быстро. നിനക്ക് എന്തോ ചെയ്യാൻ Могу я പറ്റും? открыть люк наполовину? Хорошо. Окей. Just a minute. പറ്റുമെന്നാ പറഞ്ഞേ. ഗൈസ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ കൈ മരവിച്ച്. നല്ല പുറത്ത് നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ടാ. ഫഹീം Индия. Thank you. Is this okay? Миткун Чакрабати. Миткун Чакрабati. Миткун. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ Oh, ചക്രവർത്തി. movie. Окей, сейчас. ഓക്കെ. പുള്ളി എന്ത് ചെയ്യിക്കുന്നത്? ഒരു ഫൈമും സെൻട്രൽ സ്പോട്ട് കിട്ടിയിട്ടാണ് Do you like Indian movies? Миткун Чакрабати. അതാരാ ചക്രവർത്തി? ഞാനൊരു ലോകം Миткун. ആരാ? ആക്ടർ? Актер. ഓക്കെ. ഹിന്ദി ആക്ടറാണ്. Он легенд. ഓ Казахстан. Это. ആർ യു ഫാൻ ഓഫ് ഹിം? А? ഫാൻ? ടാക്സി വിളിച്ച പുള്ളി ഓ ഓക്കെ. Не понимаю. Русский, не знаете русский, казахский? Kazakhstan. Sorry, we can't understand Kazakh language. Yes. It's too difficult for us. ഗൈസ്, അപ്പോൾ നമ്മൾ കാറ് റെന്റ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ പോലെയൊന്നുമല്ല, ഇവിടെ റൂൾസ് ഒക്കെ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ സീബ്ര ലൈൻ്റെ അടുത്ത് ആള് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ നിർത്തി കൊടുക്കണം. നമ്മളുടെ കേരളത്തിലൊന്നും അങ്ങനെ ആരും നിർത്തി കൊടുത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ജസ്റ്റ് അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കണമെങ്കിൽ സൈഡിൽ വന്ന് ജനറൽ നേരെ. എടാ, എങ്ങനെയാ ഇവിടുത്തെ റൂൾസ് എങ്ങനെയാ കാർ ഓടിക്കുമ്പോൾ? സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ദാറ്റ് മീൻസ് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കേണ്ടത്. പിന്നെ ഇവൻ്റെ ഇവിടെ ലെയിൻ ഡിസിപ്ലിൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണവരാണ്. സോ റൈറ്റിട്ട് പോകേണ്ടവർ മാത്രം റൈറ്റിലെ ലൈൻ ചൂസ് ചെയ്യുക. ലെഫ്റ്റ് ഓർ നേരെ പോകേണ്ടവർ ലെഫ്റ്റ് ലൈൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പെഡസ്ട്രിയൻസിന് മറ്റേ സീബ്ര ക്രോസിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. സോ അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ നിർത്തി കൊടുക്കണം എന്നാണ്. പിന്നെ ഇത് കിയയുടെ വണ്ടിയല്ലേ? യെസ്. ഇതിപ്പോ എത്ര രൂപയായി? ഇതിപ്പോൾ നമ്മൾ പെർ ഡേ റെന്റ് വരുന്നത് 25K ടെങ്കനാണ്. അതിന് ഡിപ്പോസിറ്റ് നമ്മൾ 4 ദിവസത്തേക്ക് കൊടുത്തേക്കണത് 30,000 ടെങ്കൻ. നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇൻഷുറൻസ് ഇവർ സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്നുണ്ട് ഇൻഷുറൻസ്. ബട്ട് വേറെ റെന്റൽ പരിപാടിയൊക്കെ നമ്മളെ കൊണ്ട് ഫുൾ റെന്റൽ ഫുൾ ഇൻഷുറൻസ് എടുപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വിയേഡാണ്, എക്സ്പെഷ്യലി ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ. നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മൾ റൈറ്റിൽ പോയിട്ട് ഇൻഡിക്കേറ്റർ തട്ടി കഴിഞ്ഞാൽ വൈപ്പർ ഓൺ ആവും. സോ അതൊരു ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് അർജുന പോണ? നമ്മളിപ്പോ ചാരിയൻ കാനിയൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോണത്. ഇവിടുന്ന് ഏകദേശം ഒരു 198 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത്യാവശ്യം വലിയ ഡ്രൈവാണ്. പക്ഷെ അത്ര അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നല്ലേ അവര് പറഞ്ഞേ? അപ്പൊ ഇല്ല, കാരിയനിൽ പോകാൻ പറ്റും. കാരിയനിലോട്ട് പോകാൻ പറ്റും. അസി പ്ലാറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന്റെ അടുത്ത് ഐ തിങ്ക് അബൌട്ട് 1.5 hours അവേ ഫ്രം ആക്ച്വൽ അസി പ്ലാറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യണ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ നിന്ന് 1.5 hours അവേ ആണ് നമ്മൾ നിൽക്കണേ. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാനായിട്ട് ഈ വണ്ടി പറ്റില്ല. അതൊരു അതിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു 4 wheel ഡ്രൈവ് വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ നോക്കിയാൽ നല്ല പൈസയാവും. അത് കാരണം നമ്മളത് ഒഴിവാക്കിയിട്ട് തൽക്കാലം അവിടെ നിന്ന് വേറെ ടാക്സി സർവീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കി പോകാനാണ് ഇപ്പോൾ ഇതെടുത്തത്. ഇതിപ്പോൾ നല്ല ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കാറുമാണ്. ഒരാൾക്ക് ഒരു ദിവസം 1,000 ആവുന്നു. നമ്മളിപ്പോൾ എടുത്തപ്പോൾ 4,000 പെർ ഡേ ആണ്. അപ്പോൾ ഒരാൾക്ക് ഞങ്ങളിപ്പോൾ 4 പേരുള്ളതുകൊണ്ട് 1,000 rupees.
ഗൈസ്, ഇതാണ് ഞങ്ങൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോം സ്റ്റേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. താഴെ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി. ഇത് ഫുള്ള് വുഡൻ സ്റ്റെയർസ് ആണ് ഗൈസ്. ഇവിടെ എല്ലാം വുഡാ. കോൺക്രീറ്റ് ഒരു സ്ഥലത്ത് പോലില്ല, ഫുള്ള് വുഡാ. എല്ലാ സംഭവം ഭിത്തിയും എല്ലാം ഫ്ലോറും എല്ലാം വുഡാ. നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ഗ്രാൻഡ് ഡിന്നർ അവർ ഞങ്ങൾക്കായിട്ട് ഒരുക്കുമെന്ന്. അവരുടെ സർവീസൊക്കെ അടിപൊളിയാണ്. ഇതാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഇവിടെ ഇത് നോക്കിയേ, ഇത് റിയൽ വൂൾഫാണോടാ? വൂൾഫിൻ്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് റിയൽ ആണ് കേട്ടോ, റിയൽ സ്കിന്നാ. ഒരു എയർ പിസ്റ്റൽ ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്. ഓക്കെ, ഈ ആൻറ്റിയാണ് നമുക്ക് വേണ്ടി ഫുഡൊക്കെ അറേഞ്ച് ചെയ്തത്. ഇംഗ്ലീഷ് സംസാരിക്കില്ല പുള്ളിക്കാരി. ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്. ഇവിടുത്തെ എനിക്ക് പ്രസൻറ്റേഷൻ ഭയങ്കര ഇഷ്ടമായി. റിയലി ലൈക്ക് ഇറ്റ്. ഗൈസ്, വേറെ ഒരു അടിപൊളി സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ ഏതോ ഇതിനു മുമ്പ് വന്ന് ആരും ഇവിടെ 10 രൂപ കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഗൈസ്. കേരളത്തിൽ നിന്നുള്ള ആളാണ് തോന്നുന്നു. എത്തും. അർജുന ഇവിടെ ഫോണും നോക്കിയിരിക്കുന്നുണ്ട്. എടാ 60,000 ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ പുള്ളി ഡിസ്കൗണ്ട് 58,000 രൂപ. അത് പുള്ളി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ അവൻ്റെ എടുക്കായിരുന്നു. ഗൈസ്, ഇത് കണ്ടപ്പോൾ ഞാൻ വൈനാണെന്ന് കരുതി കൊതിച്ചു. പക്ഷേ അത് വൈനല്ല. കൊറിയൻ ഫ്ലാഗ് ഒക്കെ ഗൈസ്, ഇവിടുത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കിട്ടില്ല. പകരം ഇതുപോലത്തെ കളറുള്ള ആരും വെള്ളം തരുന്നില്ല. വെള്ളം ഇഷ്ടമല്ലേ? ആരും വെള്ളം തരില്ല ഗൈസ്. എന്താ പറഞ്ഞ ഇഷ്ടപ്പെട്ട ഫൈമേ? ഡിന്നർ എങ്ങനെ ഉണ്ടായി? അർജുന, നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ടു മച്ച് ഷുഗർ. പിന്നെ ആക്ച്വലി ലുക്ക് മാത്രമേ ഉള്ളൂ, കഴിക്കാൻ പറ്റുന്ന. അർജുന, നിനക്ക് ഇഷ്ടമായോ? കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് കാരണം ഇത്രയും കൂടി കുറഞ്ഞു. ഇത് വലിയ സുഖമില്ല. ബാക്കി കുഴപ്പമില്ല. വാരി വലിച്ച് തിന്നണ്ടോ? കോപ്പേ, ബാക്കി എല്ലാവരും തീർന്നു. ഞാനിപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഫുഡാണ്. ഞാൻ രാവിലെ വന്നൊരു പട്ടിണിയായിരുന്നു. അല്ല കാഷ്യൂ. അല്ല, എന്നാലും ഞാൻ കുറച്ച് കഴിച്ചോളൂ. അതെന്താ ഇത്? അപ്പോൾ ഞങ്ങൾ ഷാരൻ കാനിയോണിൽ പോകണമെന്ന് പറഞ്ഞ സംഭവം നടന്നില്ല. ഞങ്ങൾക്ക് റെന്റ് കാർ കിട്ടിയപ്പോൾ വൈകിപ്പോയി. സോ ഞങ്ങൾ ഇന്ന് സതി വില്ലേജിൽ പോയിട്ട് നാളെ ഏർലി മോർണിംഗിന് ഷാരൻ കാനിയോണിൽ പോകാമെന്ന് കരുതുന്നു. ഓക്കെ.